ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം കൊച്ചിൻ കാർണിവലാണ്. പാപ്പാഞ്ഞി സ്ഥാപിക്കൽ, പാപ്പാഞ്ഞി കത്തിക്കൽ, അങ്ങനെ വിപുലമായ പരിപാടികളാണ്. പക്ഷേ മുൻവർഷത്തെ പോലെയൊന്നുമല്ല. ഈ വർഷം നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ദുഃഖാചരണം രാജ്യമെമ്പാടും ആചരിക്കുകയാണ്. അതേ തുടർന്ന് പ്രധാന ഗ്രൗണ്ടായ, അതായത് പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന കാർണിവൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന പ്രധാന ഗ്രൗണ്ടായ പരേഡ് ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അവിടെ പാപ്പാഞ്ഞിയെ ഈ വർഷം കത്തിക്കില്ല, പകരം പാപ്പാഞ്ഞിയെ സ്ഥാപിക്കലും തുടർന്ന് മൻമോഹൻ സിംഗിനോടുള്ള ആദരസൂചകമായുള്ള പരിപാടികൾ മാത്രമായിരിക്കും നടക്കുക. ഇപ്പോൾ പാപ്പാഞ്ഞിയെ സ്ഥാപിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം എത്ര അടി ഉയരം ഉണ്ടായിരിക്കും? 50 അടി ഉയരം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മറ്റ് മൈതാനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ പാപ്പാഞ്ഞിയാണോ ഏറ്റവും ഉയർന്ന പാപ്പാഞ്ഞി? മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം തിരക്ക് കുറവായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. നഗരത്തിലൊക്കെ തന്നെയും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. 1000 പോലീസുകാരെ സുരക്ഷയ്ക്കായി തന്നെ നിയോഗിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോയും കൊച്ചി വാട്ടർ മെട്രോയും സർവീസൊക്കെ തന്നെയും വിപുലപ്പെടുത്തിയിട്ടുണ്ട്. ആഘോഷങ്ങളൊക്കെ തുടങ്ങാനായിട്ട് നേരമാകുന്നതേ ഉള്ളൂ. മട്ടാഞ്ചേരി ഒരു ഗായകനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആള് സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ മാതൃഭൂമി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഗാനം ആലപിക്കാൻ അദ്ദേഹം റെഡിയാണ്. ചേട്ടാ, ഞങ്ങളുടെ മാതൃഭൂമി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിത്തരുമോ? ന്യൂ ഇയർ ഒക്കെ അല്ലേ? തീർച്ചയായിട്ടും ന്യൂ ഇയർ ആണ്. അപ്പോൾ എല്ലാവർക്കും മട്ടാഞ്ചേരിയിലും കൊച്ചിയിലെ ഫോർട്ട് കൊച്ചിയിലെ ഭാഗത്തുനിന്നും ന്യൂ ഇയർ ആശംസകൾ നേർന്നു. ബഹാരോ ഫൂൽ ബർസാओ मेरा महबूब आया है, मेरा महबूब आया है, हवाओं रागनी गाओ मेरा महबूब आया है, मेरा महबूब आया है, बहारों फूल बरसाओ मेरा महबूब आया है, मेरा महबूब आया है. Wishing you a very happy New Year 2025. Thank you. ഈ വർഷം പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് വെളി മൈതാനത്താണ്. ഗാലാഡി ഫോർട്ട് കൊച്ചി എന്ന ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. ഏകദേശം 50 അടിയോളം ഉയരം ഈ പപ്പാഞ്ഞിക്കുണ്ടാവും. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഈ വർഷം പപ്പാഞ്ഞി വിവാദം കോടതി കയറിയിരുന്നു. ഈ പപ്പാഞ്ഞിയെ ഈ വെളി മൈതാനത്ത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗാലാഡി ഫോർട്ട് കൊച്ചി ക്ലബ്ബുകാർക്ക് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. അതേ തുടർന്ന് ഈ വർഷം നീക്കം ചെയ്യാൻ അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ട് ഈ ക്ലബ്ബ് കോടതിയെ സമീപിച്ചിരുന്നു. പിന്നീട് കോടതി പപ്പാഞ്ഞിയെ കത്തിക്കാനൊക്കെ തന്നെ അനുമതി നൽകിയിരുന്നു. ഏതായാലും വെളി മൈതാനവും പപ്പാഞ്ഞിയെ കത്തിക്കാനായിട്ട് ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഈ വർഷം തന്നെ വലിയ അധികം ആഘോഷമില്ലെങ്കിലും വളരെ വിപുലമായ ആഘോഷം തന്നെ ആയിരിക്കും ഇവിടെ നടക്കുക എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി വരും മണിക്കൂറുകളിലൊക്കെ തന്നെ ആയിരിക്കും ജനസാഗരങ്ങൾ ഏറി വരിക. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം സ്നേഹ മല്ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.